സംഭവങ്ങൾ ഞാൻ ചുരുക്കമായി പറയുകയാണ്. പരിശുദ്ധ അമ്മയോടുകൂടി അപ്പസ്തോല പ്രവർത്തനം 1:14 വായിക്കുന്ന പോലെ ആ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി. നമ്മളിതാ പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ അമ്മയുടെ അനുസ്മരണമുണ്ട്. പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മ വന്നതിൻ്റെ ഓർമ്മ സഹ്യോൻ ശാലയിൽ ആചരിച്ചത് ഇന്ന് നമ്മൾ ആചരിക്കുകയാണ്. സഭ ആരംഭിച്ചത് പരിശുദ്ധ കുർബാനയിലാണ്. എവിടെയൊക്കെ അതുകൊണ്ട് സഭ എന്ന് പറയുന്ന ആരാധനാ സമൂഹമാണ്. ചുരുക്കത്തിൽ യേശു രക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ ഈ കുർബാനയിൽ നമ്മളിവിടെ അനുസ്മരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ കൂദാശയുടെ കൂദാശ എന്ന് നാം പറയുന്നത്. യേശുവിൻ്റെ ജനനവും മരണവും ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ഇവിടെയുണ്ട്. നാം ഇന്ന് ഈ കുർബാനയിൽ നെസ്തോറിയസിൻ്റെ അനാഫറ കൂദാശക്രമമാണ് ആചരിക്കുന്നത്. സീറോ മലബാർ സഭയിൽ 3 അനാഫറകളാണുള്ളത്. 2-ാം നൂറ്റാണ്ട് അവസാനം 3-ാം നൂറ്റാണ്ട് ആരംഭത്തിലെ സാധാരണ കുർബാനയിൽ ചെല്ലുന്ന അദ്ദായ് മാരിയുടെ അനാഫറ. രണ്ടാമത്തേത് തെയ്തോറിൻ്റെ അനാഫറ. ഏകദേശം AD 6-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ് തെയ്തോറിൻ്റെ അനാഫറ. ആബ പാത്രിയാർക്കീസ് തന്നെയാണ് ഈ നെസ്തോറിയസിൻ്റെ ഈ അനാഫറയും തുടങ്ങിയത്. അത് ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. അത് ബൈസൻ്റെയിൻ ആരാധനാക്രമത്തിൽ നിന്നും ആവശ്യമായി തിരഞ്ഞെടുത്ത് അനുരൂപപ്പെടുത്തി പൗലോസ് സുറിയാനി ആരാധനാക്രമമായതാണ്. പരിശുദ്ധാത്മാവിനോടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ ഇന്നത്തെ ഈ അനാഫറയിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് യുഗാന്ത്യോന്മുഖ പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ പരിശുദ്ധ കുർബാനയിലും നെസ്തോറിയസിൻ്റെ അനാഫറയിലും പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ യേശു മനുഷ്യക്ക് രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാമുണ്ട്. വചന ശുശ്രൂഷയുണ്ട്, കാലുകൾക്ക് ശുശ്രൂഷയെ പോലെ അനുതാപ ശുശ്രൂഷയുണ്ട്, അതിൽ നമ്മൾ പൗരോഹിത്യത്തിൻ്റെ ഓർമ്മയുണ്ട്, പരിശുദ്ധ കുർബാന സ്ഥാപനമുണ്ട്, പരിശുദ്ധ അമ്മയുടെ അനുസ്മരണമുണ്ട്. എല്ലാത്തിലും ഉപരി പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ ഓർമ്മയുണ്ട്. നമുക്കിന്ന് പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാം. ഒരു നിമിഷ സമയം നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് വൈകിട്ട് നമ്മൾ വീടുകളിൽ നടത്തുന്ന പെസഹ ആചരണത്തിൽ പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളെ ഓർക്കാം. കോവിഡ് മഹാമാരിയിൽ വേദനിക്കുന്ന ജനത്തെ മുഴുവൻ ഓർക്കാം. മരിച്ചവർക്ക് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം. രോഗബാധിതരുടെ രോഗസൗഖ്യത്തിനായി അപേക്ഷിക്കാം. രോഗി ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അതിരൂപതയെ, നമ്മുടെ കുടുംബങ്ങളെ, സഭയെ ഓർത്ത് ഒരു നിമിഷ സമയം നിശബ്ദതയിൽ പെസഹ ആചരണത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം.